നമസ്കാരം. ഒരേ സമയം അമ്പരപ്പിലും അങ്കലാപ്പിലുമാണ് അമേരിക്കൻ ജനത. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ശീതക്കൊടുങ്കാറ്റ് ടെക്സസ് മുതൽ ലൂയിസിയാനയും ഫ്ലോറിഡയും വരെ ആഞ്ഞടിക്കുന്നു. തെക്കൻ ലൂയിസിയാനയിലും കിഴക്കൻ ടെക്സസിലും ഹിമവാത മുന്നറിയിപ്പ് ശക്തമായി തുടരുന്നു. ഇതോടെ അമേരിക്കക്കാർ മുമ്പെങ്ങുമില്ലാത്ത വിധം ഞെട്ടി. ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിൽ ആഘോഷിച്ച് ട്രംപ് പുറത്തിറക്കിയ ശക്തമായ ഉത്തരവുകളിൽ ഞെട്ടിയ ജനത വീണ്ടും ഞെട്ടിയത് തൊട്ടു പിന്നാലെ കടന്നുവന്ന ശീതക്കാറ്റിലും ഹിമവാതത്തിലുമാണ്. ഇതിനു മുമ്പ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് യുഎസിലെ പഴമക്കാർ പറയുന്നു. ലോസ് ആഞ്ചലസിൽ ആശങ്കയായി അമേരിക്കയിൽ ഭീതി പടർത്തി വീണ്ടും കാട്ടുതീ പടർന്നപ്പോൾ ബൈഡൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ട്രംപിന്റെ ഉത്തരവിൽ രക്ഷാപ്രവർത്തനത്തിനായി യുഎസ് സൈന്യം ഇറങ്ങി ദുരന്തബാധിത മേഖലയിലേക്ക് കുതിച്ചു. നേരത്തെ ലോസ് ആഞ്ചലസിനെ പ്രതിസന്ധിയിലാക്കിയ ശക്തമായ 2 തീപിടുത്തങ്ങൾ കൂടുതൽ നിയന്ത്രണത്തിലായതായി അധികൃതർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ തീപിടുത്തം ഉണ്ടാവുന്നത്. ജനുവരി 7-ന് ലോസ് ആഞ്ചലസിലെ കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഏതാണ്ട് വാഷിംഗ്ടൺ DC-യുടെ വലിപ്പമുള്ള പ്രദേശം കത്തിനശിക്കുകയുണ്ടായി. ഇനി പുതിയ കാട്ടുതീയിൽ ഏതൊക്കെ പ്രദേശങ്ങളാണ് നശിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. 7 ഇടത്തായാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടരുന്നത്. ഇതിൽ 2 വലിയ തീയാണ്. ഇവ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്തബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടു. കരയിൽ നിന്നും ആകാശത്തു നിന്നും തീകെടുത്താനുള്ള ശ്രമം ഒരുപോലെ പുരോഗമിക്കുകയാണ്. കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന 19,000 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. 1 ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ലോസ് ആഞ്ചലസിനെ വലിയ തോതിൽ വിഴുങ്ങിയ കാട്ടുതീ ഏറെക്കുറെ ശമിച്ചു വരുന്നതിനിടെയാണ് പുതിയ അഗ്നിബാധ. ലോസ് ആഞ്ചലസിന് കിഴക്ക് 14,021 ഏക്കർ നേരത്തെ കത്തിനശിച്ചതായാണ് റിപ്പോർട്ട്. നഗരത്തിന്റെ പടിഞ്ഞാറുള്ള പാലിസേഡ്സ് ഭാഗത്ത് 23,448 ഏക്കറും കത്തിനശിച്ചു. റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പിനെ തുടർന്ന് ദക്ഷിണ കാലിഫോർണിയയിൽ ഏകദേശം 1000 അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചിട്ടുണ്ട്. സാൻ ഗബ്രിയേൽ പർവ്വതനിരയിലെ 7 ലക്ഷം ഏക്കർ വരുന്ന പാർക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കാതെ അടച്ചെന്ന് ഏഞ്ചൽസ് നാഷണൽ ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് അവിടുത്തെ ഹിമവാതം. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ശീതക്കൊടുങ്കാറ്റാണ് ടെക്സസ് മുതൽ ലൂയിസിയാനയും ഫ്ലോറിഡയും വരെ ആഞ്ഞടിക്കുന്നത്. ലോസ് ആഞ്ചലസിൽ 2 മണിക്കൂറിൽ 5000 ഏക്കറിലേക്ക് തീ പടർന്നു. തീ അണയ്ക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അഗ്നിശമന സേനാ വിഭാഗം. ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്നാണ് സേനാ വിഭാഗം അറിയിച്ചത്. തെക്കൻ ലൂയിസിയാനയിലും കിഴക്കൻ ടെക്സസിലും ഹിമവാത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനത ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കനത്ത മഞ്ഞും ഹിമപാതവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ടെക്സസിന്റെ ഏറ്റവും വലിയ നഗരമായ ഹ്യൂസ്റ്റണിൽ 3 മുതൽ 6 ഇഞ്ച് വരെ മഞ്ഞ് വീണു. ലൂയിസിയാനയുടെ പല ഭാഗങ്ങളിലും 6 ഇഞ്ച് വരെയും മഞ്ഞ് വീണു. ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സ്ഥിതിയാണിത്. ഇതേ തുടർന്ന് 235 മില്യൺ ആളുകളെ ബാധിച്ച കാറ്റിൽ ഗതാഗതം മരവിച്ചു. ഏതാണ്ട് 2100 ഫ്ലൈറ്റുകൾ ഈ മേഖലയിൽ ചൊവ്വാഴ്ച റദ്ദാക്കി. മിസിസിപ്പി, അലബാമ, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ ഏതാനും എയർപോർട്ടുകളും അടച്ചിട്ടു. ഇതാദ്യമായാണ് തെക്കൻ ലൂയിസിയാനയ്ക്കും കിഴക്കൻ ടെക്സസിനും ഹിമവാത വാർണിംഗ് നൽകുന്നത്. റോഡ് യാത്രകൾ പരിമിതമാക്കണമെന്ന് നാഷണൽ വെതർ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് പുറമെ ഒട്ടുമിക്ക കടയും അടച്ചിട്ടു. ടെക്സസിലും ലൂയിസിയാനയിലും ഇന്റർസ്റ്റേറ്റ് 10ന്റെ ഭൂരിഭാഗവും അടച്ചിട്ടു. ഗൾഫ് തീര സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ ഇതേ തുടർന്ന് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.